കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സീറ്റുകളെ സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ ധാരണ. 15 സീറ്റിൽ CPM മത്സരിക്കും, 4 സീറ്റിൽ CPI. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകും. ഇന്ന് ചേരുന്ന LDF യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 20 സീറ്റിൽ 19 എണ്ണത്തിലും UDF ആണ് വിജയിച്ചത്. ആലപ്പുഴയിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. ഇത്തവണ 19 സീറ്റുകളും നിലനിർത്തി കൂടുതൽ മികച്ച വിജയത്തിനാണ് UDF ലക്ഷ്യമിടുന്നത്. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് LDF. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ BJP പ്രതീക്ഷ പുലർത്തുന്നു. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. ഈ സീറ്റുകൾ മാറാൻ സാധ്യതയില്ല. ലോക്സഭാ സീറ്റ് ചർച്ചകൾ നടത്താൻ CPIയുടെ നേതൃയോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. CPM നേതൃയോഗങ്ങൾ ഇന്നു മുതൽ തിങ്കൾ വരെയാണ്. പരമാവധി വേഗത്തിൽ സീറ്റ് നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. CPM കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന കോട്ടയം സീറ്റിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെതിരെ ജില്ലാ സെക്രട്ടറിയായിരുന്ന VN വാസവനായിരുന്നു മത്സരിച്ചത്. കേരള കോൺഗ്രസ് LDFിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് സീറ്റ് കൈമാറുന്നത്. CPIക്ക് തിരുവനന്തപുരത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിട്ടില്ല. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമെന്ന് അഭ്യൂഹമുയർന്നെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു. മാവേലിക്കരയിൽ AIYF ജില്ലാ പ്രസിഡന്റ് അരുൺകുമാറും, വയനാട്ടിൽ CPI ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയും, തൃശൂരിൽ VS സുനിൽകുമാറും മത്സരിക്കുമെന്ന് പ്രചാരണമുണ്ട്. TM തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ, M സ്വരാജ് എന്നിവരെ CPM മത്സരരംഗത്തിറക്കിയേക്കും.